തേവര കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മവിദ്യാലയമാണ്. ഞാൻ ഇടുക്കി എന്ന മലയോര ജില്ലയിൽ നിന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി കടന്നു വന്ന, ഞാൻ എന്ന രാഷ്ട്രീയക്കാരനെ പരുവപ്പെടുത്തിയ, ഞാൻ പഠിച്ച, ഞാൻ വളർന്ന, ഞാൻ എന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഐഡന്റിറ്റിയെ രൂപപ്പെടുത്ത കലാലയമാണ് തേവര കോളേജ്. അപ്പം ഞങ്ങളുടെ പ്രൗഡ് അലൂമിനസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങി സജീവമായി സംഘടനാ പ്രവർത്തനം എല്ലാം നടത്തി KSUയുടെ എല്ലാം സജീവമായിട്ട് മുന്നോട്ട് പോയ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി ഈ കലാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിന്റെ ചീഫ് വിപ്പായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രൗഡ് അലൂമിനൈസിന് ഈ ക്യാമ്പസിലെ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണം നൽകുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കോളേജ് മാനേജ്മെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ പരിപാടിയിലേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായിട്ടും തേവര കോളേജിന്റെ ആന്തം എന്ന് പറയുന്നത് മേക്കേഴ്സ് വൺ ഹേർട്ട് എന്നാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോളേജ് മാനേജ്മെന്റ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ഈ പരിപാടിയിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമുണ്ട്. ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാനും ഈ കോളേജിലെ 2012-19 കാലഘട്ടത്തിൽ ഈ ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഡിഗ്രിയും PGയും MPhil എല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചു വളർന്ന വിദ്യാർത്ഥിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടൊരു പരാമർശങ്ങളിലേക്കൊന്നും കിടക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ താങ്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒരു KSU സംസ്ഥാന അധ്യക്ഷന് ഇത്ര പോലും വില കൊടുക്കേണ്ട എന്നാണോ നിലവിലെ മുഖ്യമന്ത്രി? അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ച രാഷ്ട്രീയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാധ്യമങ്ങളിൽ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം നിങ്ങൾക്കറിയാം. 10 വർഷക്കാലം കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും വലിയ രീതിയിൽ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ പോരടിച്ചും മല്ലടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കേരളത്തിൽ UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്നത്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. 15-19 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നിയമ കലാലയത്തിൽ KSUക്കാർക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലാതിരുന്ന ഒരു ക്യാമ്പസിൽ വലിയ രീതിയിലേക്കുള്ള SFIയുടെ മർദ്ദനങ്ങളെയും കൊടിയ പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ KSU സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എന്റെ പ്രവർത്തകർ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എന്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സർക്കാരിനെ കളങ്കമുണ്ടാക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ സർക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടുന്ന ഒരു സർക്കാരാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എന്റെ കൂടി സർക്കാരാണിത്, അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന നല്ല വലിയ പ്രതീക്ഷയുടെ കേരളത്തിന്റെ പൊതുസമൂഹം ഈ സർക്കാരിനെ നോക്കിക്കാണുമ്പോൾ ഈ സർക്കാർ ഓരോ ദിവസം ദിനംപ്രതി വലിയ രീതിയിൽ മികച്ചു വരണമെന്ന ആഗ്രഹമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനുമുള്ളത്. ആ വികാരത്തോടു കൂടി ഞാൻ ചേർന്ന് നിൽക്കുന്നു. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ 2 ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിന്റെ KSU സംസ്ഥാന അധ്യക്ഷന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് നൽകിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നു. അത്
അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ടതായിട്ടുണ്ട്, നിലനിൽക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോയിന്റ്മെന്റ് തരാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ഒരു വലിയ തെറ്റായി ഞാൻ കാണുന്നില്ല. ഗവൺമെന്റ് ലീഡറെ നിയമിക്കുന്നത് KSU അല്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അസന്നിഗ്ധമായി ചോദിച്ച ചോദ്യം. അതിനുശേഷമാണ് താങ്കൾ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത്. ആ സമയം നൽകിയില്ല. ഇന്ന് നിങ്ങൾ ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി KSUവിനെ കാണേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. ആ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് പീഡർ നിയമനവുമായിട്ട് അവർക്ക് റോളില്ല എന്നാണ് പറഞ്ഞത്. ടെക്നിക്കലി അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. അതിനെ ഞാൻ നിരാകരിക്കുകയോ അദ്ദേഹം പറഞ്ഞ വാദഗതി തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ യൂണിറ്റ് കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളുടെ വൈകാരികതയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്നു. അത് മുഖ്യമന്ത്രി ആ തരത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി അല്പം കൂടി ജാഗ്രത ആ ഒരു വിഷയത്തിൽ പുലർത്തേണ്ടിയിരുന്നു. അതെന്റെ ഒരു അഭിപ്രായം, സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന വിഷയമായിട്ട് കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരിക്കലുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഹിന്ദു ഐക്യവേദിയെ കണ്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചരടിൽ അതിനെ കോർത്തിണക്കേണ്ട കാര്യമില്ല എന്നതാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അഭിപ്രായം. നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായി അധികാരത്തിലെത്തിയ സർക്കാരിന്റെ തലവൻ നിങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുന്നില്ല. പകരം ഹിന്ദു ഐക്യവേദി നേതാവിനെ കാണുന്നു. അതാണ് വിമർശന വിധേയമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു രാത്രി ഇരുട്ടി വെളുത്തു എന്നതുകൊണ്ടൊന്നും ലോകാവസാനം സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായി അദ്ദേഹത്തെ കാണാനുള്ള അവസരം KSUവിനുണ്ടാകും. തീർച്ചയായിട്ടും. കാരണം VD സതീശൻ എന്റെ കൂടി നേതാവാണ്. കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ UDFന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറുമ്പോൾ വന്ന മുഖ്യമന്ത്രി എന്റെ കൂടി നേതാവാണ് VD സതീശൻ. പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിന്റെ ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ പലതരത്തില് ഇത് പറയുന്ന ആളുകൾ ആരാണ്? ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്, SFIയുടെയും DYFIയുടെയും ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തില് കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ SFIക്കാർക്ക് ഒരു അവകാശം ലഭിച്ചിരുന്നോ? അനുമതി കൊടുത്തില്ല, സമയം വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കളുടെ മുഖ്യമന്ത്രി അവഗണിച്ചതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? നൽകുന്ന സന്ദേശം എന്താണ്? ഞാൻ പറയുന്നതിന് നിങ്ങളൊന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ സ്വാഭാവികമായിട്ടും കേൾക്കുക. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ ഒരു SFIക്കാരനോ DYFIക്കാരനോ ആ സർക്കാരിന് നേരെ എന്തെങ്കിലും വിരൽ ചൂണ്ടാനോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനോ ഇത് തിരുത്തണമെന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചിട്ടില്ല. ആ ആർജവം കാണിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രി അല്ലായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ആ പിണറായി വിജയൻ ഇതുപോലെ SFI തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, പിന്നെ ഞങ്ങൾ ശീലിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോഴും എല്ലാ കാലഘട്ടത്തിലും സ്വതന്ത്രമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് KSU എന്ന് പറയുന്നത്. കേരളത്തിൽ ഭരണത്തിലിരിക്കുമ്പോഴോ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴോ ഞങ്ങൾക്ക് രണ്ട് നിലപാടുകളില്ല. എന്നും വിദ്യാർത്ഥിപക്ഷ അവകാശങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിൽ അതിന് ധ്വംസനങ്ങൾ ഉണ്ടാകുന്നു ആ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത് ഭരിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ നിലപാട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് KSU എന്ന് പറയുന്നത്. അല്ല, അത് പറയാനുള്ള രാഷ്ട്രീയ വലുപ്പം എനിക്കില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മര്യാദയെപ്പറ്റി ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി വിലയിരുത്താനോ അതിന് മറുപടി പറയാനോ വലുപ്പമുള്ള ഒരാളല്ല ഞാൻ. ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ മാധ്യമങ്ങൾ, കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ശേഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ പരിഭവങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ നിലവിളികൾ അത് ഞങ്ങൾ ഈ സർക്കാരിന്റെ മുൻപിൽ ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട KPCCയുടെ നേതൃത്വം ഞാനുമായി സംസാരിച്ചിരുന്നു. KSUവിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാമെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോൾ ഞാൻ പരസ്യമായി നിന്നുകൊണ്ട് കേരളത്തിന്റെ സർക്കാരിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതിന്റെ പ്രവർത്തികളെ പറ്റിയോ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന എന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പാർട്ടി എനിക്കൊരു അവസരം നൽകിയിട്ടുണ്ട് എന്റെ പ്രയാസങ്ങൾ, ഈ സംഘടനയുടെ പ്രയാസങ്ങൾ, വിഷമതകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടി നേതാക്കന്മാരുടെ മുൻപിൽ, KPCCയുടെ മുൻപിൽ, ഈ സർക്കാരിന്റെ മുൻപിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അല്ല, അതിൽ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയോ KSUവിന്റെയോ മാത്രം മുഖ്യമന്ത്രിയല്ല. അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യാപൃതനായി മുന്നോട്ട് പോകണം. ഈ പരിപാടിയിൽ ഞാൻ രാഷ്ട്രീയം കലർത്താനോ രാഷ്ട്രീയപരമായി ഒരു വാക്ക് പോലും സംസാരിക്കരുതെന്ന് കരുതി ഞാൻ വന്നിരുന്ന ഒരാളാണ്. ഇത് പൊതുപരിപാടിയല്ല. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് ഈ ക്യാമ്പസിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നൽകുന്ന സ്വീകരണമാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇവിടെ നിന്ന് മുന്നോട്ട് പോയൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കോളേജിന്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ ഈ പരിപാടിയിൽ വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക, സുസ്മേരവദനായി നിൽക്കുക എന്നത് ഞാൻ പഠിച്ച എന്റെ രാഷ്ട്രീയമാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ല, അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. എനിക്കറിയില്ലല്ലോ സ്വാഭാവികമായും. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശൈലിയെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയോ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ആരും ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ UDF സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ KSUവും സർക്കാരും തമ്മിൽ പോരെ എന്ന് നിങ്ങൾ വലിയ ടാഗ് ലൈനുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളുടെ നിലപാട് പറയാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഈ പാർട്ടി ഞങ്ങൾക്ക് അവകാശം തരുന്നുണ്ടെന്നേ. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. KPCC നേതൃത്വത്തെ കാണും, ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി അറിയിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, KPCC നേതൃത്വവും ഞാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നേരിട്ട് കണ്ട് എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് KSUവിന്റെ പ്രയാസം, പ്രശ്നം, സങ്കടം ഇതെല്ലാം കേൾക്കാൻ തയ്യാറാണെന്ന് എന്റെ പാർട്ടി നേതൃത്വം എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ വിഷമതകൾ അല്ലെങ്കിൽ KSU പ്രവർത്തകർ നേരിടുന്ന വിഷമതകൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടി വേദിയിൽ ഞാൻ സംസാരിക്കും, പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ സംസാരിക്കും. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ടാഗ് ലൈനുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനല്ലേ? ഞാൻ ഒരു വിദ്യാർത്ഥി നേതാവല്ലേ? KSUവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ? ഞങ്ങൾ എന്റെ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, എന്റെ സംഘടനയുടെ മുൻകാലഘട്ടത്തിലുള്ള പ്രവർത്തന ശൈലി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതല്ലേ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം വിമർശനങ്ങളാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങളിൽ എന്റെ നേതാവ് VD സതീശനാണ്. ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം എന്ന കാര്യത്തിൽ എന്റെ നേതാവ് VD സതീശനാണ്. അതിൽ എനിക്കൊരു അപമാനമോ അല്ലെങ്കിൽ എന്തൊരു കുറ്റബോധമോ ഇല്ല. എല്ലാ കാലഘട്ടത്തും സർക്കാരിന്റെ, ഞാൻ പറഞ്ഞു, ഇന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം പറഞ്ഞു, KSUവിനും മറ്റ് പോഷക സംഘടനകൾക്കെല്ലാം അവരുടെ വിമർശനങ്ങൾ പറയാം. അതിനൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനപ്പുറം മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടികളെ അവഗണിക്കുന്നു എന്ന വികാരം തന്നെയല്ലേ അങ്ങേക്കുള്ളത്? മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ എത്തുന്നു. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് ഉപയോഗിച്ച ചവിട്ടുപടികളെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ വിമർശനം നടത്തിയത്. അല്ല, അത് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പറയേണ്ടത് ഈ സംഘടനയുടെ നിലപാടാണ്. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തിരിച്ചാവർത്തിക്കുകയല്ലല്ലോ എന്റെ ഉത്തരവാദിത്വം. അപ്പൊ അതുകൊണ്ട് ഇതിന് യാതൊരു രീതിയിലേക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാനവും നിങ്ങൾ കൊടുക്കരുത് ദയവേത്. ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ള രാഷ്ട്രീയം, ഞാൻ പറയേണ്ട വേദി എന്ന് പറയുന്നത് എന്റെ പാർട്ടി വേദിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.